ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോളാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ പറ്റിയ സ്നാക്കാട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണോ. അപ്പം ഇതിനായിട്ടുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാലോ. അതുമാത്രമല്ല, ഇതിനായിട്ട് പല ഷീറ്റുകളൊക്കെ ഉണ്ട്. ചിലവരൊക്കെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. ചിലവർ ഷീറ്റ് വാങ്ങിയിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രൂപത്തിലാണ്. ചപ്പാത്തി പോലെ പരത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 2 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് മൈദ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത്. അതിനുശേഷം ഞാൻ പിന്നെ 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം ഈ ഒരു മാവ്. അപ്പം ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് 6 ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം വഴറ്റിയെടുക്കുക. അത് വഴണ്ട് വരാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ചോപ്പ് ചെയ്തത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ല മിക്സ് ചെയ്ത് വരുമ്പം അതിലേക്ക് കരിവേപ്പില ഇട്ടിട്ട് മാത്രമല്ല നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചപ്പ് ചേർത്തോട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറാൻ വേണ്ടി വേറെ പ്ലേറ്റിൽ മാറ്റി വെക്കുക. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പത്തിരി പരത്തി വെക്കാം കേട്ടോ. അങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് റോൾ ചെയ്ത് വെക്കുക. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മൈദ തേച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാധനം വേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്നിട്ട് അത് ചെയ്തതിന് ശേഷം പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഡീപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പം നമ്മളെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് പൊരിക്കുക. അപ്പം അതിനായിട്ട് ഞാൻ ജസ്റ്റ് പാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം ഇതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനം പൊരിച്ചെടുക്കാം കേട്ടോ.
പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോരിയെടുത്തിട്ട് അത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതെല്ലതും പൊരിച്ചെടുക്കണം. അപ്പം ഞാൻ എല്ലതും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ റോള്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.